തപാൽപ്പെട്ടിയിലുള്ള പോസ്റ്റ് കാർഡുകൾ വിധിനിർണ്ണയം നടത്തുന്നതിനായി അതിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. അതിലേക്ക് ഉദ്ഘാടനം ചെയ്യുന്ന HM അബ്ദുൽ ജബ്ബാർ സാറിനെ സ്വാഗതം ചെയ്യുന്നു. കുട്ടികൾ അധ്യാപക ദിനത്തിൽ എന്ത് ചെയ്യുക, അവരുടെ ഗണിത അധ്യാപകന് അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് ഒരു ആശംസാ കാർഡ് തയ്യാറാക്കി അയക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രവർത്തനം. മറ്റൊരു പ്രവർത്തനം കൊടുത്തത് ഏതെങ്കിലും ഒരു വിഷയം നമ്മൾ കൊടുക്കുക, വിഷയത്തെ അടിസ്ഥാനമാക്കി ഒരു 3 മിനിറ്റ് കവിയാത്ത ഒരു ഗണിത ക്ലാസ്സുമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഗണിത ക്ലാസ്സിൻ്റെ വീഡിയോസും കാര്യങ്ങളും കുട്ടികൾ അയച്ചു തന്നു. അതിൻ്റെ വിധി നിർണ്ണയമൊക്കെ പൂർത്തിയായി. ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ ഒരു വിധി നിർണ്ണയമാണ് നമുക്ക് ബാക്കി. ഇതിൻ്റെ ഉദ്ഘാടനത്തിനായി ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ ജബ്ബാർ മാഷെ ഹാജർക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സെപ്റ്റംബർ 5 അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ഗണിതശാസ്ത്ര ക്ലബ്ബ് നടത്തിയ പോസ്റ്റ് കാർഡ് മത്സരത്തിൻ്റെ വിധി നിർണ്ണയിക്കാൻ പോവുകയാണ്. തികച്ചും പുതുമയാർന്ന ഒരു മത്സരമായിരുന്നു. മാത്രമല്ല ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട സാർ വിശദീകരിച്ചു. ഇന്നത്തെ തലമുറയ്ക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന പോസ്റ്റൽ സർവീസിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. ഇന്നെല്ലാം ഓൺലൈൻ മായത്തിലേക്ക് നീങ്ങിയത് കൊണ്ട് തന്നെ ഒരു കാലത്ത് നമ്മളൊക്കെ ആശ്രയിച്ചിരുന്ന ഈ പോസ്റ്റൽ സംവിധാനം എന്ന മാർഗം അതിനെക്കുറിച്ചൊന്ന് കുട്ടികളെ പരിചയപ്പെടുത്തുക എന്നുള്ളത് കൂടിയാണ് നമ്മുടെ ഇതിൻ്റെ ലക്ഷ്യം. അതോടൊപ്പം ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഒരു കാർഡിന് ഇത്ര നീളം ഇത്ര വീതി എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു മൾട്ടിപ്പിൾ എയിംസിലാണ് ഈ മത്സരം ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇതിന് മുന്നോട്ട് വന്ന ഗണിതശാസ്ത്ര ക്ലബിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഏതായാലും നമ്മുടെ ഉദ്ഘാടന ഇതിൻ്റെ ഒരു കാർഡ് ഓപ്പൺ ചെയ്തുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി നിർവഹിക്കുന്നതായി അറിയിച്ചുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കുകയാണ്. കമറുദ്ദീൻ സാർ HST മാത്സ് എല്ലാ ഗണിതശാസ്ത്ര അധ്യാപന പേരിലും ഉണ്ടാകും. കൺവീനറുടെ പേരിലും നടക്കും.